അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീൽ പരിചയപ്പെടുത്താൻ വന്നേക്കാം. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീലാണ്. നമ്മൾ പുതിയതായിട്ട് ഓർമ്മ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഐറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കാനയുടെ AR250 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 മാസത്തോളമായിട്ട് സ്ലിംഗ്ഷോട്ട് ഫിഷിംഗ് തുടങ്ങിയ കാലം തൊട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റീലാണ് ഇത്. അപ്പോൾ അതേ മോഡൽ തന്നെ നമ്മൾ ഓർമ്മ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ എന്തൊക്കെയാ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗിയർ റേഷ്യോ വരുന്നത് 4.5:1 അതേപോലെ തന്നെ ലൈൻ കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത് 8 LBയുടെ 125 മീറ്റർ, അതേപോലെ തന്നെ 10 LBയുടെ 110 മീറ്റർ, പിന്നെ 12 LBയുടെ 90 മീറ്റർ. ഇതാണ് നമ്മുടെ ഈ റീലിന്റെ ലൈൻ കപ്പാസിറ്റി ഇവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ 3+1 ബെയറിംഗ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. തുറക്കാം. നമുക്ക് ബോക്സ് തുറന്ന് കഴിയുമ്പോൾ തന്നെ സാധാ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിട്ടോ റീല് വരുന്നത്. കണ്ടോ, ഇതാണ് റീല്. അപ്പൊ ഇതിന്റെ അകത്ത് അവർ എഴുതിയിട്ടുണ്ട് AR250, ഗിയർ റേഷ്യോ 4.5:1, അതേപോലെ 3+1 ബോൾ ബെയറിങ്സ്, ലൈൻ കപ്പാസിറ്റി 0.30 mm 90 മീറ്റർ ആണ് ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഇതിൻ്റെ അകത്ത് ഒരു ബ്രേഡ് ലൈൻ തന്നിട്ടുണ്ട്. ഈ ബ്രേഡ് ലൈൻ എനിക്ക് അത്ര സെറ്റപ്പ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ബ്രേഡ് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ പഴയ റീൽ അഴിച്ചിട്ട് ഫുള്ള് ഗ്രീസ് ഇടാൻ പോവാണ്. അപ്പോൾ അതിന്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യവും ഇതിനകത്ത് ഗിയർ റേഷ്യോ പറഞ്ഞേക്കണേ അത് ശരിയാണോ എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് എത്ര ബെയറിംഗ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാട്ടോ. അപ്പോൾ ചങ്ങായിമാരെ നമ്മളിത് നമ്മുടെ റീല് അഴിച്ചെടുക്കാനായിട്ട് പോകാം കേട്ടോ. ഫുൾ അഴിച്ച് നമ്മൾ ഗ്രീസ് ഇടാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കവറൊന്ന് അഴിച്ച് നോക്കാം കേട്ടോ. കവർ അഴിക്കാനായിട്ട് നമുക്കിതൊന്ന് ആൻറ്റി ക്ലോക്ക്വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കവർ ഫ്രീ ആയിട്ട് ഊരിയെടുക്കാം കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിലത്തെ കവറും. ഇതാണ്ട് ഒന്ന് ആൻറ്റി ക്ലോക്ക്വൈസ് തിരിക്കുക, പിന്നെ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഊരിപ്പോരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കവർ ഊരിയെടുക്കാനായിട്ട്. ഇത് രണ്ടും ഫുൾ മെറ്റൽ പാർട്ടാണ് കേട്ടോ. ഇതും അതെ രണ്ടും മെറ്റൽ ബോഡികളാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി വർക്കുകളാണെന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം കേട്ടോ. ഇതാണ് നമ്മുടെ ലോക്ക് റിലീസ് ചെയ്യുന്ന ഭാഗം. ഇത് നമ്മുടെ ഗിയറാണ് വരുന്നത്. പിന്നെ ഇവിടെയും 2 ബെയറിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സാധനം കേട്ടോ ട്രാഗ് കൺട്രോൾ ചെയ്യുന്ന, ട്രാഗ് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനായിട്ടും ഈ ഒരു ഭാഗമാണ് കേട്ടോ. അഴിക്കാനായിട്ട് ആദ്യമായിട്ട് അഴിക്കേണ്ടത് നമുക്ക് ഈ ഹാൻഡിലാണ്. ഹാൻഡിൽ അഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു നോസ് പ്ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നെറ്റ് ലൂസായി കിട്ടും. അതിനുശേഷം നെറ്റ് നമുക്ക് കൈകൊണ്ട് ഊരിയെടുക്കാം. കൈകൊണ്ട് ഊരിയിട്ട് ഇതാണ്ടേ 2 ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സ്ക്രൂ ആണ് കേട്ടോ അഴിച്ചെടുക്കേണ്ടത്. ഈ സ്ക്രൂ അഴിക്കാനായിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ജസ്റ്റ് തിരിച്ചു കൊടുക്കുക. കണ്ടോ, തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനം ഫുള്ള് ഇതാണ് ഇത്രയും ലെങ്ത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്. നമുക്ക് ഇതും ഊരിയെടുക്കാം കേട്ടോ. കണ്ടോ, ഈ സ്ക്രൂ വന്നിട്ട് ഇതിലാണ് ടൈറ്റായി കേൾക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു വൈറ്റ് കളർ ബുഷ് വരുന്നുണ്ട്. അത് ജസ്റ്റ് മുട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം പോരും. കണ്ടോ, ഓക്കെ, അതും നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അഴിക്കാനുള്ളത് ഇതാണ്ടേ ഈ ഒരു ബെയറിങ്ങിൻ്റെ ഈ ഭാഗമാണ് നമുക്കിത് അഴിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് നമുക്കിത് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ അത് ഒഴിച്ചെടുത്തുണ്ട്. ആണ് 2 സൈഡിലും ബെയറിംഗ് ആണ് ഇതിൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ 2 ബെയറിംഗ് ആയി ഇതിനകത്ത്. അതിനുശേഷം നമുക്കിതങ്ങ് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് എടുക്കണം, കൈകാര്യം ചെയ്യണം. കാരണം ചെറിയ ബെയറിംഗ് ആണ്. ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് കിട്ടാനായിട്ട് പാടായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്കതും ഇവിടെ തന്നെ വയ്ക്കാം. പിന്നെ പൊസിഷൻ മാറിപ്പോകരുത് ഒരു കാരണവശാലും. ലെഫ്റ്റും റൈറ്റും മാറിപ്പോകരുത് തിരിച്ച് സെറ്റ് ചെയ്യണ സമയത്ത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് അഴിക്കാനുള്ളത് ഇതാണ്ടേ ഈ ഒരു സ്പ്രിങ് അഴിച്ചെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്പൂളിൻ്റെ ഭാഗം നമുക്ക് ഊരിപ്പോരുള്ളൂ. സ്പൂളിൻ്റെ ഭാഗം ഊരി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്രിങ് ഊരിയെടുക്കാം. സ്പ്രിങ് ഊരിയെടുത്തിട്ടുണ്ട്. സ്പ്രിങ് ഊരിയെടുത്തതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, താഴേക്ക് വരുന്ന ഭാഗം ഇച്ചിരി ഡയമീറ്റർ കൂടിയതും മുകളിലേക്കുള്ളത് ഡയമീറ്ററും കുറഞ്ഞതുമാണ്. അപ്പോൾ നമുക്ക് അതും ഇവിടെ തന്നെ മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് താഴേക്ക് തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടേ ഈ ഒരു ഭാഗം ഊരിപ്പോരും കേട്ടോ. അതായത്
കണ്ടോ, സ്പൂളിൻ്റെ ഈ ഭാഗം ഊരിപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. സ്പൂൾ ഇവിടെയാണ്. ഇതൊക്കെ കറക്റ്റ് പൊസിഷനിലായിരിക്കണം കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കേണ്ടത്. കണ്ടോ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് കറങ്ങാനായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കറക്റ്റായിട്ട് വരണം. പിന്നെ ഇവിടെ ഒരു ബെയറിങ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു 3+1 പറഞ്ഞിട്ടുള്ള ബെയറിങ്ങിൻ്റെ ആ ഒരു ഇത് കൊടുത്തേക്കുന്നത്, നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്. അതായത് നമുക്കിതിനകത്ത് 3 ബെയറിങ് അവൈലബിൾ ആണ്. 1 ഇത്, 2 പിന്നെ 3, അങ്ങനെ 3 ബെയറിംഗ് ആണ് കേട്ടോ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രീസ് ഇടേണ്ട ഭാഗം ഒന്ന് ഈ ബെയറിങ്ങിൽ ഇടണം, അതേപോലെ തന്നെ ഇവിടെ ഇടണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് നമുക്കിത് ഫുൾ അഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അഴിച്ചേക്കണം കേട്ടോ. കണ്ടോ, ഈ സ്പൂൾ വന്നേക്കുന്ന ഭാഗം ഇതാണ് കേട്ടോ. നമ്മുടെ ബ്രേഡ് ചുറ്റുന്ന ഭാഗം ഇതാണ്. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു ഇത്രയും ഏരിയ പ്ലാസ്റ്റിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ബാക്കി എല്ലാ പാർട്ടുകളും മെറ്റൽ പാർട്ടുകളാണ് കേട്ടോ. ഈ ഒരു സ്പൂൾ വന്നേക്കുന്ന ഭാഗം മാത്രമാണ് പ്ലാസ്റ്റിക് വന്നിട്ടുള്ളൂ. പിന്നെ ഇതാണ് ലോക്ക് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റിലാണ് ലോക്ക് വരുന്നത്. കണ്ടോ, പിന്നെ ഇവിടെ ഒരു മെറ്റലിൻ്റെ പാർട്ട് വരുന്നിട്ടുണ്ട്. ഒരു ബുഷാട്ടോ ഇവിടെ വന്നേക്കുന്നത്. മെറ്റൽ ബുഷ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് ബെയറിംഗ് അല്ല, സാധാ മെറ്റൽ ബുഷാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു തുണി വെച്ചിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ ഗ്രീസർ ഇട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു തുണി വെച്ചിട്ട്, ചെറിയ തോർത്തിൻ്റെ പീസാണ്, നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള പഴയ ഗ്രീസെല്ലാം ഒന്ന് തൂത്തെടുക്കണം കേട്ടോ, വൃത്തിയാക്കണം. അധികം തേയ്മാനൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്കിത് പക്കയായിട്ട് ക്ലീൻ ആക്കണം കേട്ടോ. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ അഴിച്ച സ്ഥിതിക്ക് നമുക്കിത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ച് ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഉണ്ടേ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് മാത്രം സ്വല്പം തേഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗത്ത് മാത്രം തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ബോട്ടം സൈഡിലാണ്, ആ ബെയറിങ് വരുന്ന ഭാഗത്താണ് തേയ്മാനം സംഭവിച്ചേക്കണേ. അത് കുഴപ്പമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ. ഇവിടെ ഇച്ചിരി ബറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് കണ്ടറിയാം കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഒരു 5-6 മാസത്തേക്കുള്ളിൽ ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും തേയ്മാനമൊന്നും വലിയ സീനല്ല. ജനറൽ പർപ്പസ് ഗ്രീസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് മേടിക്കാം കേട്ടോ. ജനറൽ പർപ്പസ് അല്ലെങ്കിൽ കോമൺ പർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. സാധാരണ നമുക്ക് വണ്ടിയിലേക്ക് ഇടുന്ന ഗ്രീസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറിൽ എടുക്കുക. സ്ക്രൂ ഡ്രൈവറിൽ എടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഊരിയെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബെയറിങ്ങിൻ്റെ അകത്തേക്ക് കുറേശ്ശെ ഇട്ടാൽ മതി. കൂടുതലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പണിയായിരിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സാധനം ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഭാഗം ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ കയറുന്ന സമയത്ത് നോക്കി കയറണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. കയറ്റാനായിട്ട് ഭയങ്കര പാടാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു സ്ക്വയർ സീറ്റിംഗ് കണ്ടോ എന്നാണ്. വേറെ ഒരു പൊസിഷനിൽ ഇത് കയറില്ല. കറക്റ്റ് സീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കയറണുള്ളൂ. ഇത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ കറക്റ്റ് സ്ക്വയർ വരുന്ന ഭാഗം നോക്കിയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാനായിട്ട്. ഒരല്പം മാറി പോയി കഴിഞ്ഞാൽ സാധനം കയറില്ല. അങ്ങനെ വേറെ കണ്ടോ, ഇത് കയറുന്നില്ല. അപ്പോൾ നമുക്ക് മോസ് പ്ലെയർ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് കയറ്റാൻ പറ്റുമോ കേട്ടോ. ഓക്കെ, സാധനം കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, സാധനം കയറിയിട്ടുണ്ട്. അത് ആ കറക്റ്റ് പൊസിഷൻ ആയി കഴിഞ്ഞാൽ മാത്രമാണ് കയറുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഈ ബെയറിങ് ഇടണം ഇതിനകത്തേക്ക്. കണ്ടോ, ബെയറിങ്ങിൻ്റെ റൊട്ടേഷൻ വന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഗ്രീസ് ചെയ്യും ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. കണ്ടോ, നമുക്ക് അപ്പോൾ ഇതതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതും കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബെയറിങ് കാര്യങ്ങളെല്ലാം നമുക്ക് രണ്ടാമത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗിയർ വരുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഗിയർ, ഇതാണ് അതിൻ്റെ ബെയറിങ്ങിൽ ഇത് വന്ന ഗിയറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറരുത്, പൊസിഷൻ മാറാതെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗിയറിലേക്ക് നമ്മൾ ഇതിങ്ങ് വെച്ചിട്ട് ഓക്കെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സീറ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബെയറിങ് ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മുമ്പ് വേണമെങ്കിൽ സ്പ്രിങ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ശേഷമായാലും സ്പ്രിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്പ്രിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതും കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, സ്മൂത്തായിട്ടാണ് കറങ്ങണേ. നമുക്ക് കുറച്ചും കൂടെ ഗ്രീസ് നമുക്ക് ഈ ഗിയറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതിയാവും കേട്ടോ. അതിനാണ് നമുക്ക് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് പിടിപ്പിക്കാം കേട്ടോ. പിന്നെ ഇവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ രണ്ട് സൈഡിലും സെറ്റ് ചെയ്യാം കേട്ടോ. രണ്ട് സൈഡിലും സെറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഹാൻഡിൽ വന്നേക്കുന്നത്. ഈ സൈഡിലാണ് നമ്മുടെ ഹാൻഡിൽ വരുന്നത്, അല്ല ഈ സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് ഇടാൻ പറ്റുമോ നോക്കാം. ഈ സൈഡിലേക്ക് ഇടാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബുഷ് നമുക്ക് ഇവിടെ സെറ്റ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് സാധനം. നമുക്ക് എന്തായാലും ഇതിൻ്റെ കവറൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, ഏത് സൈഡായിരുന്നു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. കവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ഇവിടെ ഒന്ന് പിടിപ്പിച്ച് നോക്കാം. ടൈറ്റൊന്നും ചെയ്യണില്ല. ഓക്കെ, ഡ്രാഗ് അങ്ങ് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് നമുക്കിത് അഴിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലും കൂടെ ഇട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നേരെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഇത് അഴിച്ച് ഗ്രീസ് ഇട്ടതെന്നുള്ള കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള പാർട്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.